ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ബ്രസീലിനെ ഓർമ്മിപ്പിക്കുന്നത് മഞ്ഞ ജേഴ്സിയാണ്. എന്നാൽ ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രശസ്തമായ ബ്രസീലിന്റെ എവേ കിറ്റ് നീല ജേഴ്സിക്ക് പിന്നിൽ ഒരു വിശ്വാസത്തിന്റെ കഥയുണ്ട്. രാജ്യത്തിന്റെ മധ്യസ്ഥയായ അപ്പാരസിഡ മാതാവിനോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ചേർന്ന ആ കഥ 1958 ലോകകപ്പിൽ സൃഷ്ടിച്ചത് പുതുചരിത്രമായിരുന്നു. 1958 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ലോകകപ്പ് ഫൈനലിനായി ബ്രസീൽ ഒരുങ്ങുകയാണ്. എതിരാളികൾ ആതിഥേയരായ സ്വീഡൻ. എന്നാൽ മത്സരത്തിന് മുമ്പ് ഒരു അപ്രതീക്ഷിത പ്രതിസന്ധി ഉയർന്നു. രണ്ട് ടീമുകളുടെയും ജേഴ്സി മഞ്ഞ നിറം. ടൂർണമെന്റ് നിയമപ്രകാരം ആതിഥേയരായ സ്വീഡന് സ്വന്തം ജേഴ്സി നിലനിർത്താൻ അവകാശമുണ്ടായിരുന്നു. അതോടെ ബ്രസീലിന് പുതിയ യൂണിഫോം കണ്ടെത്തേണ്ടി വന്നു. പഴയ വെളുത്ത ജേഴ്സിയിലേക്ക് മടങ്ങുക എന്നതായിരുന്നു ആദ്യ പരിഗണന. എന്നാൽ 1950 മറക്കാനാവാത്ത പരാജയത്തിന്റെ ഓർമ്മകൾ ആ ജേഴ്സിയോട് ചേർന്നിരുന്നു. സ്വന്തം നാട്ടിൽ ഉറുഗ്വേയോട് ലോകകപ്പ് നഷ്ടമായ വേദന വീണ്ടും ആവർത്തിക്കുമോ എന്ന ഭയം പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ആ നിമിഷങ്ങളിൽ ബ്രസീലിയൻ സംഘത്തിന്റെ തലവൻ പൗലോ മെജാഡോ ഡി കാർവാലിയോ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മതിലിൽ തൂക്കിയിരുന്ന അപ്പാരസിഡ മാതാവിന്റെ ചിത്രത്തിലേക്ക് നീങ്ങി. അപ്പോഴാണ് ഒരു ആശയം മനസ്സിൽ തെളിഞ്ഞത്. രാജ്യത്തിന്റെ മധ്യസ്ഥയായ മാതാവിന്റെ നീല മേലങ്കിയുടെ നിറം തന്നെയാകട്ടെ പുതിയ ജേഴ്സിയുടെ നിറം. സമയം വളരെ കുറവായിരുന്നു. പുതിയ ജേഴ്സികൾ നിർമ്മിക്കാൻ സമയമില്ല. ഒടുവിൽ സ്റ്റോക്ക്ഹോമിലെ തെരുവുകളിൽ നിന്ന് നീല ടീഷർട്ടുകൾ വാങ്ങി. മഞ്ഞ ജേഴ്സിയിലെ ദേശീയ ചിഹ്നങ്ങൾ അവയിൽ തുന്നിച്ചേർത്തു. അങ്ങനെ ജന്മമെടുത്തു ബ്രസീലിന്റെ ചരിത്രപ്രസിദ്ധമായ നീല ജേഴ്സി. 1958 ജൂൺ 29 ലോകകപ്പ് ഫൈനലിൽ നീല ജേഴ്സിയും വെളുത്ത ഷോർട്ട്സും ധരിച്ച് ബ്രസീൽ മൈതാനത്തിറങ്ങി. തുടർന്ന് ലോകം കണ്ടത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിജയങ്ങളിലൊന്ന്. സ്വീഡനെ 5-2 തകർത്ത ബ്രസീൽ ആദ്യമായി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. ഒരു രാജ്യത്തിന്റെ സ്വപ്നവും ഒരു ടീമിന്റെ ചരിത്രവും ആ നീല ജേഴ്സിക്കൊപ്പം അമരത്വം നേടി. അന്ന് മുതൽ ബ്രസീലിന്റെ നീല ജേഴ്സി ഒരു ബദൽ യൂണിഫോം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ അടയാളമാണ്. മാതാവിന്റെ സംരക്ഷണത്തിന്റെയും മധ്യസ്ഥതയുടെയും ഓർമ്മയാണ്. ലോകകപ്പ് വിജയത്തിന്റെ പ്രതീകമാണ്. ഫുട്ബോളും വിശ്വാസവും ഒരേ നിറത്തിൽ ലയിച്ച അപൂർവ ചരിത്രമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.